കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ഭാഗ്യവാന്മാരാണ്. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ഉറയ്ക്കണം. ഏത് സമയത്തും ഓടി വന്ന അഭയം പ്രാപിക്കാൻ അവിടുന്ന് ഉറപ്പുള്ള ശൈലം, സങ്കേതം, കാട്ട നമ്മൾ ആശ്രയിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം, വേദനകളെ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ കരം, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നീട്ടുകയാണ്. കർത്താവ് വിടുവിച്ചാൽ, കർത്താവ് സൗഖ്യമാക്കിയാൽ നമുക്ക് സൗഖ്യം വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. ഹോവേ, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിലും സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ പ്രവഹിക്കുന്ന നിമിഷമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം ചെയ്ത് സ്തോത്രത്തോടെ കർത്താവെ നടന്നതിന് സ്തോത്രം, കൊണ്ടുവന്നതിന് സ്തോത്രം, വിടുവിച്ചതിന് സ്തോത്രം, സൗഖ്യമാക്കിയതിന് സ്തോത്രം, തുറന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രത്തോടെ താങ്ക്സ് പറയണം ദൈവത്തിന്. ദാനിയേലിനെതിരെ രേഖ വിപരീതമെന്ന് എഴുതിയിരിക്കുകയാണ്. ഏത് രേഖയാണ്? ചെറിയ രേഖയാണോ? സിംഹത്തിൻ്റെ ഗുഹയിലിടും. ജീവൻ അപകടത്തിലായി, തൻ്റെ ആരാധന നിന്നു. അല്ലേ? ശത്രുക്കൾ പറഞ്ഞു, തന്നെ കുറ്റം ചുമത്തി ഇവിടം കൊണ്ട് തീർന്നു, തൻ്റെ പ്രാർത്ഥന തീർന്നു. ദൈവം പറഞ്ഞില്ല, തീർന്നു എന്ന് പറയുന്നവർ ദാനിയേലിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരാൻ പോകുകയാണ്. ഇതൊന്ന് മനസ്സിലായോ? ചിലതിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് തീരാൻ നോക്കി നിൽക്കുന്നവരോട് മുട്ടുമടക്കി നമ്മളോടൊപ്പം ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ദൈവം ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ എന്താ ദാനിയേൽ ചെയ്തേ? നേരത്തെ ചെയ്തു വന്നിരുന്ന പോലെ, പതിവ് പോലെ എപ്പോഴും ഒരു ദൈവഭക്തൻ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. പതിവ് പോലെ അന്നേരമല്ല പ്രാർത്ഥന തുടങ്ങിയത്. കഷ്ടം വന്നപ്പോഴല്ല, പ്രതിസന്ധി വന്നപ്പോഴല്ല, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴല്ല, രേഖ വിപരീതം എഴുതിയപ്പോഴല്ല പ്രാർത്ഥന തുടങ്ങിയത്. മുമ്പ് ചെയ്തു വന്നതുപോലെ താൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം ചെയ്തെന്ന് എഴുതി. ദാനിയേൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ പ്രതിസന്ധിക്ക് സ്തോത്രം, ഈ രേഖ വിപരീതമായതിന് സ്തോത്രം, ഇതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവമഹത്വത്തിന് സ്തോത്രമെന്ന് താൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും വിളിച്ചു പറയുന്നു, ജീവിതത്തിൽ വരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നന്മയ്ക്കാക്കി അത് കൂടി വ്യാപരിക്കപ്പെടുകയാണ്. തിന്മയെന്ന് ചിന്തിക്കുക. പലരും നോക്കി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ ആ തിന്മകളെ, ആ ദോഷത്തെ നന്മയാക്കി മാറ്റുന്ന
ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ആവർത്തന പുസ്തകം 31:11 യഹോവയെ അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവൻ്റെ എതിരാളികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവർ ഇരകളെ തകർച്ചു കളയണമേ. ദൈവപുരുഷനായ മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഓരോ ഗോത്രങ്ങളെയും പ്രത്യേകം താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രൂബേൻ, യഹൂദ, ലേവിയെക്കുറിച്ചാണ് പറഞ്ഞത്. ലേവി എന്നിട്ട് ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ലേവിയുടെ ഒരു പ്രത്യേകത, ലേവി ന്യായപ്രമാണത്തിന് വേണ്ടി നിന്നതാണ്. ദൈവത്തിൻ്റെ വിധികൾക്ക് വേണ്ടി. നോക്കൂ, അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കുകയും അവർ നിൻ്റെ സന്നദ്ധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. കാരണം ഇവിടെ 9-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, ലേവി അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരോ ലേവിയെ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്നാരും ഓർത്തില്ല. പക്ഷേ അതിൻ്റെ നടുവിലും നിൻ്റെ വചനം അവർ പ്രമാണിച്ചു, നിൻ്റെ നിയമം കാത്തു. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ ഗോത്രങ്ങളും അറച്ചു നിന്നപ്പോൾ വേർപാടിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഭൂരിപക്ഷത്തെ നോക്കാതെ നിന്ന ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. പ്രിയരെ, ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും ദൈവത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി, പ്രമാണത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ ദൈവം തള്ളിക്കളയില്ല, അവരെ ഉപേക്ഷിക്കില്ല. അവരോടാണ് പറയുന്നത്, അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കുന്നതെയും അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. പ്രസാദിക്കുന്ന ദൈവം. പ്രിയരെ, ദൈവം നമ്മുടെ പ്രവൃത്തിയിൽ പ്രസാദിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ വന്നാൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. ഇന്നിപ്പോൾ കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം അങ്ങയ്ക്ക് പ്രസാദമാകണം, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകണം. എന്താണ് അതിൻ്റെ പിന്നിൽ? യഹോവയ്ക്ക് വേണ്ടി നിന്നവൻ, ശക്തമായി തീരുമാനമെടുത്തവൻ, ദൈവരാജ്യത്തിനു വേണ്ടി മാറി നിൽക്കാൻ തയ്യാറായവനെ അനുഗ്രഹിക്കുകയും അവൻ്റെ മേൽ പ്രസാദം നൽകുകയും ചെയ്യുന്ന ദൈവം. പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ആദരിക്കാതിരുന്നപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, കാണാതിരുന്നപ്പോൾ, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം കണ്ടു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ അറിയുന്ന ഒരു ദൈവം, അറിയുന്നവരെ ഉയർത്തുന്ന ദൈവം, അറിയുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ മാറി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ദൈവവുമായി ബന്ധപ്പെടുന്ന ഒരു സമൂഹത്തെ ദൈവം അറിയുക മാത്രമല്ല, അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം. നീ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, ദൈവത്തിൻ്റെ പ്രസാദമുണ്ടോ? കരം തുറക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ കരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നീ ചെയ്യുന്നതിനെ അനുഗ്രഹിക്കുന്ന ദൈവം. അവിടെ നോക്കൂ, ഹോവാ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തികളെ പ്രസാദിപ്പിക്കണമേ. അടുത്ത് നോക്കൂ, അവൻ്റെ എതിരാളികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം. എതിരാളികൾ അനേകരുമുണ്ട്.
ദ്വേഷിക്കുന്നവരുണ്ട്, വെല്ലുവിളിക്കുന്നവരുണ്ട്. നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ വാദിക്കുന്ന ശക്തികൾ എഴുന്നേൽക്കാതെ വണ്ണം ദൈവം ആ ശക്തികളെ തകർത്ത് കളയും. നീ എഴുന്നേൽക്കും, നീ നടക്കും, നീ മൂവ് ചെയ്യും, നീ ആത്മാവിൽ സഞ്ചരിക്കും. നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഫേവർ ഉള്ളതുകൊണ്ട് നീ ശത്രുക്കളുടെ മേൽ ജയോത്സവം കൊണ്ടാടും. നീ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ദൈവത്തിന് മഹത്വം കരേറ്റും. നീ നിവർന്നു തലകളെ പൊക്കും. ദൈവം നിൻ്റെ ദൈവം തന്നെ കൂട്ടുകാൽ പരമായി നിന്നെയും നിൻ്റെ കുടുംബത്തെയും ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം. നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളെ നീ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അതിനെ തകർക്കും, ദൈവം അതിനെ ചിതറിക്കും, ദൈവം അതിനെ ചാമ്പലാക്കും. നിന്നെ ആത്മാവ് എഴുന്നേൽപ്പിക്കും. ചാവാറായ ചില ശേഷിപ്പുകളെ ശക്തീകരിക്കുന്നത് പോലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ചിന്തിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ പോകും എന്ന് ചിന്തിക്കുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, നിൻ്റെ കരത്തിന് ബലം നൽകുന്ന ഒരു ദൈവം, നിൻ്റെ കരത്തെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നീ തൊടുന്നിടം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് വരാൻ പോകുന്നു. എവിടൊക്കെ ചിതറപ്പെട്ടോ, എവിടൊക്കെ ശൂന്യമാക്കപ്പെട്ടോ, ആകില്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക, നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവർ ആത്മാവിൽ ശക്തരാകട്ടെ, അഭിഷേകത്തോടെ നിൽക്കട്ടെ. ലോകത്തിൻ്റെ ഒരു ശക്തികൾ വരെ കാണാതെ വണ്ണം കൃപയിൽ മറച്ച ഞങ്ങൾ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ അറിയുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ ശക്തീകരിക്കുന്ന, അവരുടെ ശത്രുവിനെ തച്ചുടയ്ക്കുന്ന, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ തൻ്റെ ജനത്തിന് അധികാരം കൊടുക്കുന്ന അങ്ങയുടെ മഹത്വമുള്ള ഭുജത്തിനായി സ്തോത്രം. ഈ ബലത്തോടെ ഇന്ന് പകൽ ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തനിമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, പ്രമാണത്തിന് വേണ്ടി നിൽക്കുക. ദൈവം നിങ്ങളുടെ മേൽ അവിടുത്തെ കടാക്ഷങ്ങൾ അയക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജുമേൽ.